ഇതിനെണ്ണനെ ഞാൻ എന്താക്കണ്ടത്? ഞാൻ റിയാക്ട് ചെയ്യണോ? ഇവനെ ഞാൻ റിയാക്ട് ചെയ്യണോ? എനിക്ക് അള്ളാണെ താല്പര്യമില്ല. ഇവനെന്താ ഞാൻ ചെയ്യേണ്ടത്? അള്ളാണ് ഈ അണ്ണാക്കൊട്ടനെല്ലാം കേറി വന്നിന് ഇവൻ എന്തിനാണ്? നോക്കട്ടെ. കാട്ടവരാതി നിന്റെ ഉപ്പ ഷമീർ പുണ്ടച്ചി മോൻ എന്താ എന്റെ ഇനീഷ്യലാണോ തായോളി? കാട്ടവരാതി എന്നെ വീണ്ടും മറ്റൊരു വീഡിയോയും കൂടി എന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയാ, ഇവനുള്ള മറുപടി ഞാൻ കൊടുക്കാൻ പോവാണ്. സൂപ്പർ സ്റ്റാറാ നീയാ? ഇവൻ ആരാന്ന് അറിയില്ലാന്ന് തോന്നട്ടാ. ഇവൻ ആരാന്ന് അറിയില്ലാന്ന് തോന്നട്ടാ. സൂപ്പർ സ്റ്റാറാ. എടാ നിന്റെ മുഖം പോയിട്ട് ഒന്ന് കണ്ണാടിയിൽ നോക്കടാ. നിന്റെ എലീന്റെ കുണ്ണ പോലെ നിന്റെ മുഖം. ഗോകുൽ ബ്രോ താങ്ക് യു ഫോർ ദ 29 rupees. താങ്ക് യു ബ്രോ, താങ്ക് യു. ബോഡി ഷെയ്മിങ്ങോ? എടാ ബോഡി ഷെയിം അല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, കൊരങ്ങന്റെ ചുണ്ണി പോലെ നിന്റെ മുഖമുള്ളത്. ഞാൻ ബോഡി ഷെയിം ചെയ്യുന്നല്ല ഇതിനെണ്ണ. നീ ഒന്ന് കണ്ണാടി പോയിട്ട് നോക്ക്. കൊരങ്ങന്റെ ചുണ്ണി പോലെ നിന്റെ മുകളിൽ. അത് നീ മനസ്സിലാക്കി. ഞാൻ നിന്നെ കുറ്റം പറയുന്നയോ നിന്റെ ബോഡി ഷെയിം ചെയ്യുന്നയോ അല്ല. നിന്റെ മുഖം അങ്ങനെയാ. നിന്റെ മുഖം അങ്ങനെ ആയിപ്പോയി. അതിന് നീ നിന്റെ തന്തനോട് ചോദിക്ക്. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? അയാൾ കൊരങ്ങനെ മറ്റേ പണിയിട്ടാന്ന് തോന്നി ഉണ്ടാക്കിന് മോനെ. സോറി, അതിന് എന്നോട് നീ പറഞ്ഞിട്ട് കാര്യമില്ല ബോഡി ഷെയിം എന്ന്. ഈ കൊരങ്ങന്റെ ചുണ്ണി പോലത്തെ നിന്റെ മുഖം കണ്ടാക്ക് അങ്ങനെ പറയാൻ തോന്നോ? അതിന് നീ എന്നെ കുറ്റം പറഞ്ഞെന്താ കാര്യോ? പറഞ്ഞാ കൂടിപ്പോവും മറ്റവൻ. അങ്ങനെയാണ് നിന്റെതെന്താ പറഞ്ഞാല് വവ്വാന്റെ കുടം പോലെ ഉണ്ട് നിന്റെ മുഖം പറഞ്ഞാല്. ഓക്കെ, നീ എന്നെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെയ്യുന്നത്. പകരത്തിന് പകരം ചോദിക്കുക കേട്ടോ. കേട്ടറാ പുണ്ടച്ചി മോനെ. പുണ്ടച്ചി മോനെ നീ ഇനീഷ്യലാന്നോടാ തായോളി എന്റെ. എന്നാ മിഥുൻ തായോളി നീ പറ. മിഥുൻ തായോളി ബാക്കി പറഞ്ഞാട്ടെ. നോക്കാരം മിഥുൻ തായോളിക്ക് എന്തെല്ലോ എൻ്റെ അടുത്ത് പറയാനുണ്ട്. നമുക്ക് നോക്കാരം. മിഥുൻ തായോളി പറഞ്ഞാട്ടെ. ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജീന്റെ മൂന്നാമത്തെ മോനാണ് ഇവൻ. ഈ മിഥുൻ കുണ്ണൻ ഗാന്ധിജീന്റെ മൂന്നാമത്തെ മോനാണ്. ഇവനെ ആരും ഹെയ്റ്റ് ചെയ്യുന്നില്ല. എല്ലാവർക്കും ഇവന് ഇഷ്ടാന്നേ. നീ പിന്നെ നന്മയുടെ നിറകൂടമാണല്ലടാ പട്ടിയവരാതി. എന്താ പറഞ്ഞാല് ഞാൻ അങ്ങനെ ഒരാളെയും ചൊറിയാറില്ല. നിന്നെപ്പോലെ നീ ചൊറിയാറില്ല. കാരണം എന്താ? താങ്ക് യു. ആരാ സൈഫർ. താങ്ക് യു ബ്രോ, താങ്ക് യു. ഇത് നമ്മളെ സൈഫറാണോ? സൈഫറെ താങ്ക് യു ബ്രോ, താങ്ക് യു. ഇങ്ങോട്ട് വന്നാ നിന്റെ ചെള്ള അടിച്ച് ഞാൻ വരേണ്ടത് മോനെ. നീ ആ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ IRL ഇട്ടിട്ട് പോവാം. ഈ മിഥുൻ അണ്ണന്റെ ലൊക്കേഷൻ ആരും ഒന്ന് പറഞ്ഞിട്ട്. ഇവന്റെ വീട്ടിന്റെ അടുത്താൻ പറ്റുള്ള. ഇവന്റെ വീട്ടിന്റെ അടുത്ത് എന്തായാലും ആരും താമസിക്കാൻ പോകുന്നില്ല. കാരണം അവർ എന്തായാലും ആ വീട് വിറ്റിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകും. അവിടെ എന്തായാലും സ്ഥലത്തിന് വില ഇടിയും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത്, ആരെങ്കിലും അബദ്ധവശാൽ ഇവന്റെ വീട്ടിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ IRL ഇട്ടിട്ട് ഈ പുണ്ടച്ചി കൊരങ്ങന്റെ കുണ്ണ പോലുള്ള ഈ മുഖമുള്ള ഈ മിഥുൻ കുണ്ണന്റെ വീട്ടിൽ ഞാൻ പോവാം. ഓക്കെ, മനസ്സിലായോ? മോഹൻലാല് മമ്മൂട്ടി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നീയാന്നല്ല. ആ യൂണിവേഴ്സിലായിരിക്കും. ആദ്യം കോൾ എടുക്കടാ പന്ന പുറി മോനെ. എന്നിട്ട് നീ എൻ്റെ അടുത്ത് കൊണക്ക് കേട്ടാ. നീ ജീവിക്കുന്നല്ലേ? അടിക്കടാ പൊലയാടി മോനെ. ഞാൻ അവരെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്. നാളത്തെ സൂപ്പർ സ്റ്റാർ തന്നെയാണ്. എനിക്ക് നല്ല ബോധമുണ്ട്. നായിന്റെ മോനെ. ഇവന് കുറച്ച് ബുദ്ധിയില്ലടാ. ഇവരെന്താ ഈ പറയുന്നത്? മോഹൻലാലിന്റെയും മമ്മൂട്ടിന്റെ കൂടെ ഉള്ളതാന്ന് പോലും ഈ കൊരങ്ങന്റെ കുണ്ണ പോലെ മുഖമുള്ള ഈ പൂറൻ ഇവൻ പറയുന്നത്. ഞാൻ അവരുടെ കൂടെ ഉള്ളതെന്ന് നാളെ ഇവൻ സൂപ്പർ സ്റ്റാർ ആവൂലും. ഇവന് പറയാൻ കുറച്ചൊരു നാണം തോന്നില്ല. ഇത് പറയാൻ വേണ്ടിട്ട് ഇവൻ സൂപ്പർ സ്റ്റാർ ആന്ന്. നിന്നൊക്കെ ആറാട്ടണ്ണന്റെയും AJPന്റെയും ഇതിൽ പോലും ഇടാൻ പറ്റൂല. നിന്നെ പല ഏതെങ്കിലും സൈക്കോന്റെ യൂണിവേഴ്സിൽ ഇടേണ്ടി വരും. അമ്മാതിരി ഒരു പുണ്ടച്ചി മോനെ. സത്യം പറഞ്ഞാൽ എന്റെ വിളി നോക്ക് എനിക്ക് ചൊറിഞ്ഞ് വരുന്ന ഇവിടെ ചൊള്ളക്ക് അടിക്കണം. നീ ചൊറിയാൻ പാടാ മൈര. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. നിന്റെ വീട്ടിലേക്ക് IRL ഇട്ടിട്ട് വരാം. ഇനി വിജയണ്ണനെ നീ പറഞ്ഞപ്പോ വിജയ അണ്ണന്റെ കുണ്ണ നീ ഇതുവരായിട്ട് ഊമ്പി കഴിഞ്ഞിട്ടില്ലേ? അയാള് വിട്. അയാൾക്കെന്നെ മടുത്തിട്ടുണ്ടാവും. നീ ഊമ്പി അയാൾക്കെന്നെ അത് മടുത്തിട്ടുണ്ടാവും. എന്റെ പൊന്നും ഇതിന് കുണ്ണ അയാൾക്ക് അത് മടുത്തിട്ടുണ്ടാവും. ഞാൻ ഉള്ള കാര്യം പറയല്ലോ. ഒന്നാമത് നിന്റെ ബായി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പല്ല് തട്ടുന്ന ബായിയാണ്. നീ എത്ര കാലം ഇട്ട് കഴിഞ്ഞാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, അയാളെ തയനിട്ടുണ്ടാവൂടാ. തൊലിയെല്ലാം തയന് പോയിട്ടുണ്ടാവും. നീ എത്ര കാലായി അയാളെ കുണ്ണെടുത്ത് ഇങ്ങനെ ബായിലിട്ട് ചപ്പിക്കൊണ്ട് നടക്കുന്നത്. നിനക്ക് നാണവും മാനും ഇല്ലേ? മതിയാക്കി കൊടടാ കുണ്ണെ. കളി മാറുന്ന പറഞ്ഞ ഒരു 1.5 കളി മാറും. നീ നിന്റെ നെഞ്ചത്ത് ഞാൻ ഡഫമുട്ട് മുട്ടടാ. അപ്പൊ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ എന്നെയും വിജയനെയും കുറിച്ച് ഇനി അപവാദം പറഞ്ഞ നിന്റെ
എടാ മൈര, നിന്നെ ഞാൻ പറയും, നീ വിജയ അണ്ണന്റെ പേര് നീ ഇതിൽ എടുത്തിടല്ല. അതായത് ഇവൻ എന്തിനാ വിജയ അണ്ണന്റെ പേര് ഇതിൽ എടുത്തിടുന്നൊക്കെ മനസ്സിലാകുന്നില്ല. ഇവന്റെ മനസ്സിൽ ഇവൻ ചിന്തിക്കുന്ന എന്താ അറിയോ, ഇവനും വിജയ അണ്ണനും ഒരേപോലെയുള്ള ആളാന്നാണ് ഇവൻ ചിന്തിക്കുന്നത്. ഇവനും വിജയ അണ്ണനും ഒരേ തരത്തിലുള്ള ആളാന്നാണ് ഈ പൊട്ട ചിന്തിക്കുന്നത്. ഇവനെന്താ ബുദ്ധിയില്ലേ? നീ നിന്റെ മുഖം നോക്കടാ, നീ ആരാന്നൊന്ന് ആലോചിച്ച് നോക്കടാ. കൊരങ്ങന്റെ കുണ്ണയും വെച്ച് നടക്കും. മൂക്കിനിട്ടടിക്കും കള്ളമായി. ഫാമിലി പോയിക്കോ. ഞാൻ ഇന്ന് അപരാധം സ്ട്രീമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഫാമിലി എല്ലാം വരുന്നുണ്ടൊക്കെ പോയിക്കോ മക്കളെ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റിയതല്ല, നിങ്ങൾ വിട്ടോ. ഓക്കെ, ഞാൻ എന്റെ ഹാപ്പിനെസ്സിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ലൈവായത്. അതുകൊണ്ട് എനിക്ക് ഇത് ആരെയും ബോധിപ്പിക്കണമെന്നില്ല. ഇത് എല്ലാം ആകണോ ഡബ്ല്യൂ ആകണോ, എനിക്ക് അങ്ങനെ ഒരു മൈരുമില്ല. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്യും. കാണേണ്ടവന്മാർ കണ്ട് നിന്നാൽ മതി, എല്ലാത്തവന്മാർ പോയിക്കോ. ഓക്കെ, ഫാമിലിനെ ഇത് ചന്ദ്രമയോ എന്നല്ല ഇവിടെ നടക്കുന്നു ഫാമിലി വരാൻ വേണ്ടിയിട്ട്. ഞാൻ പറയാലോ, നിങ്ങൾ വല്ല ചന്ദ്രമയ പരസ്പരോ ഇപ്പം ഏതാ പുതിയതെന്നൊക്കെ അറിയില്ല, അതെങ്ങാനും പോയിട്ട് കണ്ടോ. ഓക്കെ, കഴിഞ്ഞാ ഈ പന്ന പൊലയാടി മോൻ്റെത് പരിപാടിയാ. അള്ളാൻ്റെ ഉമ്മ ഇതാരെ കുറിച്ചാ? എന്നെ കുറിച്ചാ അല്ല, അനാൻഷ. അടുത്ത ആളെ പിടിച്ചിട്ടുണ്ട്, അനാൻഷാനെ പിടിച്ചിട്ടുണ്ട്. അനാൻഷാനെ പിടിച്ചിട്ടുണ്ട്. നോക്കട്ടെ അങ്ങനെ. ഓക്കെ, അനാൻഷനെ കുറിച്ച് പറയാൻ എന്നോട് കുറച്ച് പേര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവനെ കുറിച്ച് പറയാൻ, അനാൻഷാനെ കുറിച്ച് പറയാൻ കുറെ ആൾ റെക്കമെൻഡ് ചെയ്തു. ആരാ നീ റെക്കമെൻഡ് ചെയ്തവനെ ഒന്ന് വിളിക്കോ, ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. കണ്ട് 2 ചവിട്ട് കൊടുക്കണമല്ലോ ഈ നായിൻ്റെ മക്കൾക്ക്. ആരാ നീ പറയുന്നത് ഇവന്റെ അടുത്തെല്ലാം പോയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ? ഇവൻ ആരല്ലെങ്കിൽ MLA ഇവന്റെ അടുത്ത് പോയിട്ട് റെക്കമെൻഡ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്? അവൻ ക്രിഞ്ചനാണ്. ഇവൻ ആകെ പാട്ട് ചിറാപൂഞ്ചി ഉള്ളത് കേട്ട് മടുത്തടേ. എന്റെ അനാൻഷേ, നീ സത്യം പറഞ്ഞാല് ഒന്ന് നിർത്തി പോണം. നിനക്ക് പറ്റിയ പരിപാടിയില്ല ഈ പാട്ട്. അതൊക്കെ നമ്മളെ അനാൻഷ. മിഥുനണ്ണൻ എന്ന് പറഞ്ഞാൽ ഇവന് തന്തയില്ല കേട്ടാ. ഇവന് 2 തന്ത. അനാൻഷ ഇവന് 2 തന്തക്ക് ജനിച്ചു പോയതാണ്. ഇവൻ അറിയില്ല. അതുകൊണ്ട് ഇവൻ എന്തെല്ലോ ഇങ്ങനെ എന്തെല്ലോ ഇവൻ പറയും. അത് മൈൻഡ് ആക്കണ്ട. ഇവൻ ഞാൻ പറഞ്ഞല്ലോ, ഇവന് ജന്മനാ ഒരു കഴിവില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ കഴിവില്ല അതിന്. അപ്പൊ കഴിവുള്ള ആൾക്കാരെ കുറ്റം പറയാനാണ് ഇവന്റെ മെയിൻ ഹോബി. അതുകൊണ്ട് പറയുന്നതെന്ന് ഒന്നും വിചാരിക്കരുത്. തലക്ക് കുറച്ച് രോഗമുള്ള ഒരു വ്യക്തിയാണ് കേട്ടാ. ഒന്നും ഇതാക്കരുത്, വിചാരിക്കരുത്. പിന്നെ ഇനിയിപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തെങ്കിലും ഒരാളെ ഇവന്റെ ഇത് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇവന്റെ ഇത് മാത്രമല്ല, ഞാൻ മൊത്തത്തിൽ ഞാൻ പറയുന്നത്, ഒരാളെ പൊന്തിക്കാൻ വേണ്ടി നിങ്ങൾ എന്തിനും ഒരാളെ താത്തണം? ഒരാളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ എന്തിനു വേറൊരാളെ വെറുക്കണം? അതിന്റെ കാര്യം എന്താ? നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അവരെ ഇഷ്ടപ്പെട്ടോ, മനസ്സിലായോ? നിങ്ങൾ വേറൊരാളെ വെറുത്തുകൊണ്ട് വേറൊരാളെ ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഒരാൾ ഇഷ്ടമാണെങ്കിൽ അവരെ നിങ്ങൾ ഇഷ്ടപ്പെടുക. ഇത് വേറൊരാളെ ഹെയ്റ്റ് ചെയ്തുകൊണ്ട് വേറൊരാളെ ഇഷ്ടപ്പെടുന്ന എന്തിനാ? നിങ്ങൾക്ക് 2 ആളെയും ഒരേപോലെ ഇഷ്ടപ്പെട്ടൂടെ? ഒരാളെ അത് ഞാൻ കണ്ടുവരുന്ന രീതി അത് എന്തിനാന്നൊക്കെ മനസ്സിലാവുന്നില്ല നിങ്ങൾ ചെയ്യുന്നത്. എന്ത് തേങ്ങയാണ് സിനിമ 8 നില പൊട്ടും. ഞാൻ സീക്രട്ട് ഏജന്റും അശ്വൻ കോക്കും ഷസാമിന്റെ ഒക്കെ റിവ്യൂ പറഞ്ഞിട്ടേ ഞാൻ പടം പോയി കാണുള്ളൂ. എനിക്ക് ഈ ക്രിഞ്ചന്റെ അഭിനയം കാണാൻ വയ്യടെ. ഇവന്റെ പാട്ട് തന്നെ കേൾക്കുമ്പോ ആകെ ഒരു പാട്ടായിട്ട് അടിപൊളി ഉണ്ട്, അത് ഏതോ ഓർമ്മയും കിട്ടുന്നില്ല. പക്ഷെ കാട്ടാളന്റെ വേടം വരികയാണെങ്കിൽ സെറ്റ് ആവേന്. സത്യം പറഞ്ഞാൽ ഇവരിപ്പോ വിജയ് അണ്ണന്റെ കുണ്ണ വിട്ടിട്ട് വേടന്റെ കുണ്ണ മൂഞ്ചാൻ വേണ്ടി നടക്കുന്നുണ്ട് തോന്നട്ടാ. കുറച്ച് അതുണ്ട് ആ സംഭവം. ഇവന് അത് അങ്ങനെ എന്തോ തോന്നിയിട്ടുണ്ട്. വിജയ് കഴിഞ്ഞിട്ട് പിന്നെ 2ാമത് ഇവൻ വായിലിടുന്ന കുണ്ണയാണ് വേടന്റെ കുണ്ണ. ഇവന് വലിയ അഭിനയിക്കാനുള്ള കഴിവുണ്ടാവില്ല. പടം 8 നില പൊട്ടും. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു, ഇവന്റെ ഫാൻസ് നിന്ന് ഇതാക്കരുത്. മലപ്പുറം ഫാൻസ് നിന്ന് ഇന്നെ തല്ലോ പ്ലീസ്. എന്താ പറയാ, ഇവൻ ആകെ താങ്ങുന്ന മലപ്പുറക്കാര് മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ ഇല്ല കേട്ടോ. നീ ഉണ്ടാവൂല. ഞങ്ങൾക്ക് ഇത് നല്ലതാണ്. ഇവന്റെ ഒക്കെ കാണുമ്പോൾ എനിക്ക് പിരാന്ത് പിടിക്കും. ഞാൻ ചീത്ത വിളിച്ചു. എനിക്ക് താല്പര്യമില്ല മുത്തേ. ഞാൻ വേറെന്തെങ്കിലും കാണട്ടെ.